സത്യത്തിൽ ബി.ജെ.പിയിൽ കുറച്ചെങ്കിലും ക്രെഡിബിലിറ്റിയുള്ള നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ അയ്യയ്യേ ഇത് നാണക്കേടായി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസം തോറ്റു തൊപ്പിയിട്ടൊരു സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. അത് പാലക്കാട്ടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ്. ബി.ജെ.പി പാലക്കാട്ട് പരസ്യമായി പണം നൽകി വോട്ട് പിടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ രാഷ്ട്രീയ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ബി.ജെ.പി പ്രവർത്തകർ ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ വോട്ടർമാർക്ക് പണം വിതരണം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ കോൺഗ്രസ്സാണ് പുറത്തുവിട്ടത്. അതായത് പാലക്കാട് മണ്ഡലത്തിൽപ്പെട്ട കണ്ണാടി പഞ്ചായത്തിലാണ് പണം വിതരണം ചെയ്യുന്നത്. ഇതോടെ നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ബി.ജെ.പി കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ്. വ്യാപകമായി പണം വിതരണം ചെയ്യുന്നതിനിടയിൽ കണ്ണാടി പഞ്ചായത്തിലെ തരുവാക്കുറിശ്ശിയിലാണ് ഇപ്പോൾ സംഭവം കയ്യോടെ പിടികൂടിയത്. ഒരു വീട്ടിലെ വൃദ്ധയായ സ്ത്രീക്ക് ബി.ജെ.പി പ്രവർത്തകർ പണം കൊടുക്കുന്നത് കയ്യോടെ പിടികൂടുകയും അതിൻ്റെ ദൃശ്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നു. ആ വൃദ്ധയുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരാൾ മരിച്ചിരുന്നു. ആ വീട്ടിലേക്ക് NDA സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനും പ്രവർത്തകരും ആദ്യം എത്തുകയായിരുന്നു. അതിനുശേഷം തൊട്ടടുത്ത വീട്ടിലേക്ക് വന്ന് അവിടെ കുറച്ചുനേരം സംസാരിക്കുകയും വൃദ്ധയുടെ കയ്യിലേക്ക് പണം നൽകുകയുമാണ് ചെയ്തത്. ഈ സമയം കാറിൽ NDA സ്ഥാനാർത്ഥി പോയിരുന്നു. പണം കൊടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ ചിത്രീകരിക്കുന്നത് നേരിട്ട് കണ്ട NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇവരോട് തട്ടിക്കയറുകയും ചെപ്പക്കുറ്റി അടിച്ചു പൊട്ടിക്കുമെന്ന വാക്ക് അവർക്ക് നേരെ ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങളും വ്യാപകമായി പ്രചരിച്ചതോടെ വേഗം പണി നിർത്തി ശോഭാ സുരേന്ദ്രൻ വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കാരണം ഈ ചിത്രം അങ്ങനെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിക്കുകയാണെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ ജനാധിപത്യത്തെ അട്ടിമറിച്ച് പണാധിപത്യം നടന്നുവെന്നും അവിടെ ചെയ്തിരിക്കുന്നത് വലിയ തെരഞ്ഞെടുപ്പ് ലംഘനമാണെന്നും അട്ടിമറി സാധ്യതയാണെന്നും മനസ്സിലാക്കുന്നതോടെ അവിടെ നിന്ന് തന്നെ ശോഭാ സുരേന്ദ്രനെ അയോഗ്യയാക്കാനുള്ള എല്ലാ തെളിവുകളും ഇതിലുണ്ട് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്ന് 100% തെളിഞ്ഞ സ്ഥിതിക്ക് അത് ചൂണ്ടിക്കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകാൻ പോവുകയാണ് കോൺഗ്രസ്. അതോടെ കേസും കൂട്ടവും വേറെയാകും എന്നതിനപ്പുറം പാലക്കാട്ടെ ജനങ്ങളെ മുഴുവനായും പരിഹസിക്കുന്നതിന് തുല്യമാണിത്. അങ്ങനെ പാലക്കാട്ടെ ജനതയെയും അവിടുത്തെ സംസ്കാരത്തെയും പച്ചയായി പരിഹസിക്കുന്നതിന് തുല്യമാണെന്നിരിക്കെ ഒരുപക്ഷെ ജനങ്ങൾ ശോഭാ സുരേന്ദ്രനെ കാണുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്താനും സാധ്യതയുണ്ട്. പാലക്കാട്ട് മണ്ഡലത്തെയും ആ ജില്ലയെയും അവിടെയുള്ള ആ സംസ്കാരത്തെയുമാണ് ബി.ജെ.പി അപമാനിച്ചിരിക്കുന്നത്. തരുവാക്കുറിശ്ശി സ്വദേശി ദേവു എന്ന വയോധികയ്ക്കാണ് പണം നൽകിയത് എന്ന് ഏറ്റവും ഒടുവിൽ വിവരം ലഭിച്ചിരിക്കുന്നു. ശോഭാ സുരേന്ദ്രനും മറ്റ് 2 സ്ത്രീകളുമാണ് ആദ്യമെത്തിയത്. പിന്നീട് ശോഭാ സുരേന്ദ്രൻ പോയ ശേഷം ഒപ്പമുണ്ടായിരുന്ന സ്ത്രീ പണം നൽകി. ഇതൊക്കെ കാറിൽ നിന്ന് നേരിട്ട് കാണുന്ന പണിയാണ് ശോഭാ സുരേന്ദ്രൻ്റേത്. മുൻ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനും അവർക്കൊപ്പമുണ്ടായിരുന്നു. ഈ പണാധിപത്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആ സംഭവത്തിൽ അതിവേഗ ഇടപെടലുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും എത്തിയിരിക്കുന്നു. പാലക്കാട് ജില്ലാ കലക്ടറോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ശോഭാ സുരേന്ദ്രൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും ബി.ജെ.പിയുടെ എല്ലാ പ്രതീക്ഷയും ഇതോടെ അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. വോട്ടർമാർക്ക് പാലക്കാട് ബി.ജെ.പി പണം വ്യാപകമായി വിതരണം ചെയ്യുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അതിന്റെ ദൃശ്യങ്ങളടക്കം ഷൂട്ട് ചെയ്താണ് ഇപ്പോൾ പരാതിയുമായി കോൺഗ്രസ് രംഗത്ത് വരുന്നത്. ശോഭാ സുരേന്ദ്രനുമായി തർക്കിക്കുന്നു. ആ വാഹനത്തിലുള്ളവർ മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നു, ചിത്രം പകർത്താൻ ശ്രമിക്കുന്നതാണ്. എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, എന്റെ മൊബൈലിൽ വിളിച്ചു കൊടുക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. എന്റെ മൊബൈൽ വിളിച്ചു കാര്യം നിങ്ങൾക്കില്ല. നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ എന്റെ മൊബൈലിൽ എന്റെ മൊബൈലിൽ
എന്റെ മൊബൈലിൽ എന്റെ കണ്ണുകുട്ടി എന്റെ കണ്ണുകുട്ടി ഞങ്ങളുടെ കാറിൽ കയറി അല്ല നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന നിങ്ങൾ ആദ്യം പറഞ്ഞെന്താ നിങ്ങൾ എന്നോട് അങ്ങനെയല്ല പറഞ്ഞത് എന്നോട് അങ്ങനെയല്ല പറഞ്ഞത് നിങ്ങൾ വന്നത് എന്റെ കാറിന്റെ എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ മൊബൈൽ തട്ടിപ്പറിക്കാൻ നിങ്ങൾക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല അല്ല നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കാം നിങ്ങളുടെ ഫോട്ടോ എടുക്കണ്ടല്ലോ അതെങ്ങനെ ചേച്ചി നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾ എനിക്ക് വന്നിട്ട് ഇല്ലല്ലോ നിങ്ങൾ ആദ്യം കൊണ്ടെന്താ നിങ്ങൾ ആദ്യം മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി